കഴുകിയിട്ടും തീരുന്നില്ല. ഇതൊക്കെ കഴുകി ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാ. ഇന്നലെ രാത്രിയിൽ കൊണ്ടുപോയിട്ട് വന്നതൊക്കെ. ഇതെല്ലാം ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഇത് ഇന്നലെ എന്താക്കിയതാ വേണം. ഞാൻ കഴുകി രാത്രി തന്നെ കഴുകി വെച്ചത് പോരാഞ്ഞിട്ട് ഇതൊക്കെ അവിടെ കൊണ്ടുപോയതാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. അയ്യോ, പാത്രം കഴുകി തുണി ഇനി കഴുകാണ്ടാ? ഇട്ടിരിക്കണല്ലാതെ വേറെ ആരെങ്കിലും കഴുകാണ്ടാ? എനിക്ക് വയ്യ. ഞാനെന്നെ ചെറുതായിട്ടൊരു വസ്തു എന്ന് പറഞ്ഞ സാധനം കഴുകലും തുടക്കലും തന്നെ. എന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല, റൂം ക്ലീൻ ചെയ്തിട്ടില്ല. അല്ല എന്താ പണി, എല്ലാവരും കുട്ടിയിട്ട് വെറുതെ ശരീരം അനങ്ങാതിരിക്കണം. എന്നാലും ഏതോ ഒരു കഴിവോട്ടം പോകാൻ പറഞ്ഞതാ. ആ കുട്ടിയിട്ട് ശരീരമല്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. ഇവിടെ മനുഷ്യന് 10 പേരുടെ ജോലിയുണ്ട് ഇവിടെ വീട്ടില്. നേരെ വെളുത്ത് കണ്ണ് തുറന്ന് നേരെ കിട്ടുന്നത് വരെ 100 കൂട്ടം പണികളാ. അവൻ്റെയൊക്കെ വിചാരം അവൻ്റെയൊക്കെ വീട്ടിലുള്ള അച്ഛന്മാരോ ഇരിക്കുന്ന കണക്കാണ് ബാക്കിയുള്ളവരുടെയും ജീവിതം എന്ന്. കഴിയാലും തുടച്ചാലും തീരൂല. അയ്യോ വയ്യാണ്ടായി. വെറുതെ അല്ല, രാത്രി 10 മണിക്ക് ഫുഡ് കഴിച്ചതല്ലേ. പൊന്നുവിന് വിശക്കെന്നാണ്. പൊന്നു, ഈ പഴത്ത് ഞാൻ 2 പഴംപൊരി ഉണ്ടാക്കട്ടെ? ഇപ്പൊ ജ്യൂസ് അടിച്ചാലും ഒരു കാരണവശാലും ഇത് പ്രസ്റ്റീജിന്റെ മേടിച്ചതാ. ഇതുപോലെയായി. സ്ക്രബ്ബറൊന്നും ഉരയ്ക്കണമെന്നില്ല. പക്ഷെ പ്രസ്റ്റീജിന്റെ എന്നതാ ഈ സാധനം മേടിച്ചത് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ശരിക്കും പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ചതാ. ആ സെറ്റോട് കൂടി മേടിച്ചതാ. മറ്റേ സെറ്റോട് കൂടി മേടിച്ചത് മുഴുവൻ ഇതായിപ്പോയി. ഇതെല്ലാം അതിന്റെ സെറ്റോട് കൂടിയിട്ട് മേടിച്ചിട്ടുള്ളത്. ബാക്കി എവിടെ? ബാക്കി എന്താ ഇരിക്കണ? ഇത് തന്നെയാണ്. ഇതാ ലുലുവിന്റെ ഓഫറിന് വാങ്ങിയിട്ട് ഇതുവരെ അത് ഉദ്ഘാടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സാധനം. കാരണം ഉദ്ഘാടിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച സാധനമാണ്. ഇത് മാത്രമേ ഉള്ളൂ നമ്മളുടെ കിച്ചൺ ശരിയായിട്ട് വാങ്ങിച്ച പുതിയ സാധനം. മറ്റത് ഇവിടത്തേക്ക് മേടിച്ചതാണെങ്കിലും പണി തീരണതിന് മുമ്പേ മേടിച്ചതാ. പിന്നെ അതിന്റെ തന്നെ ഒരു ബിരിയാണി ചെമ്പും മറ്റേ ഒരു ഉരുളിയും. അയ്യോ, മന്ദവത്തി പെങ്കൊച്ച് ഇങ്ങനെ എടുത്തങ്ങ്. പൊന്നൂനോട് ഇരുന്ന് നിറയ്ക്കാം. പൊന്നോ, എന്നാ നിന്റെ ബെഡ്റൂമില് അവള് നിറച്ചു വെച്ചത് ഹാൻഡ് വാഷ് തീർന്നപ്പോ. ഇന്നലെ ചോറ് വെച്ചപ്പോഴത്തേക്ക് അരി കഴുകിയ വെള്ളമാണ്. അരി കഴുകിയ വെള്ളം നമ്മൾ റോസാ ചെടിക്ക് ഒഴിക്കും. അയ്യോ, നമ്മളിനി വരണത് വരെ അതിന് പട്ടു പോകൂലേ എന്നുള്ള സങ്കടം. ശരിക്കും പറഞ്ഞാൽ ഈ പട്ടി പൂച്ചയൊന്നും വളർത്താത്തതിൻ്റെ ഒരു കാര്യം അതാണ്. കാരണം ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവൂലേ എന്നൊക്കെ ഭയങ്കര സങ്കടമാണ്. പൊന്നു, കെറ്റിൽ വെള്ളം വെയ്യുമെന്നോ ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്. തുണികൾ കഴുകി ഊപ്പാട് വരിക. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ അന്ന് രാത്രി തൊട്ട് തുടങ്ങിയ തുണി കഴുകലാണ്. എൻ്റെ ചെടികളെല്ലാം പോയി. നല്ല ഇതിൽ വന്നതായിരുന്നു. ഇനിയിപ്പോൾ പോയിട്ട് വരുമ്പോൾ വീണ്ടും ഇതായിപ്പോവും. അതിന് പോകുന്നത് വരെയെങ്കിലും ഒന്ന് വെള്ളം കൊടുക്കാമല്ലോ. അങ്ങനെ വെള്ളം ഒഴിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതായിരുന്നു. കറ്റാർ വാഴ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നുള്ള സമയമല്ല ഇനി. അയ്യോ, മണി 6:30 മണിയായി. വയ്യ.